പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഭീകരവാദങ്ങളെയും എതിർത്തുകൊണ്ടും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും ചില കാര്യങ്ങൾ പറയട്ടെ. ഭീകരവാദികളെ ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന വികാരത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഭീകരാക്രമണത്തെ തുടർന്ന് വാർത്താ ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കമന്റ് ബോക്സുകളിലുമെല്ലാം നിറഞ്ഞുനിന്ന അപരവിദ്വേഷം എന്ന അതേ വികാരത്തെക്കുറിച്ചുമാണ് പറയാനുള്ളത്. സാമൂഹ്യ മനഃശാസ്ത്രത്തിലെ പ്രസിദ്ധമായ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് തിയറിയുടെ വെളിച്ചത്തിൽ ഡോക്ടർ പാട്രിക് വാനിസ് രണ്ട് വികാരങ്ങളാണ് മനുഷ്യർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്ന്, തന്റെ ആശയങ്ങളും തന്നെ അംഗീകരിക്കുന്നവരും ഉൾക്കൊള്ളുന്ന ഇൻ ഗ്രൂപ്പിനോടുള്ള സ്നേഹമാണ്. രണ്ടാമത്തേത്, തന്നോട് വ്യത്യസ്തത പുലർത്തുന്നവരും തനിക്ക് അപകടമാണെന്ന് തെറ്റിദ്ധരിച്ച മറ്റുള്ളവരോട് അഥവാ ഔട്ട് ഗ്രൂപ്പിനോട് തോന്നുന്ന അക്രമോത്സുകതയാണ്. രാജ്യസ്നേഹത്തിന്റെ പേരിൽ വ്യത്യസ്ത രാജ്യക്കാർ തമ്മിൽ വെറുക്കുന്നതിന്റെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിലുണ്ടാകുന്ന വിദ്വേഷത്തിന്റെയും എല്ലാം കാരണങ്ങൾ ഇവയാണ്. ഞാൻ ഭീകരവാദിയോ മോശക്കാരനോ അല്ല, എന്നാൽ നീ അതാണ്. ഈ ചിന്തയാണ് വിദ്വേഷമുണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണമെന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡാന ഹാരൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇസ്ലാമിന്റെ പേരിലുള്ള ഭീകരവാദത്തെ എതിർക്കാനായി വീഡിയോ ഇറക്കുന്ന, മുസ്ലിം വിരോധം തലക്ക് പിടിച്ച് രാവും പകലും പ്രകോപനമുണ്ടാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ എക്സ് മുസ്ലിങ്ങളും നാസ്തികരും കണ്ടന്റ് കൊണ്ടും കമന്റുകളിലെ പിന്തുണ കൊണ്ടും ഹിന്ദുത്വ ഭീകരവാദ വിദ്വേഷകരുടെ നായകരായി മാറുന്നത് ഈ കാരണം കൊണ്ടാണ്. സ്വന്തത്തോടും മറ്റുള്ളവരോടും അനുകമ്പയുള്ളവരായി മാറുന്നതിലൂടെയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെയും ഈ വിദ്വേഷ ചിന്തകളെ ഇല്ലാതാക്കാനാകുമെന്ന് സൈക്കോതെറാപ്പിസ്റ്റായ അലിസൺ നംബ്രാസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കലാണ് ആകാശത്തുള്ളവന്റെ കാരുണ്യം ലഭിക്കാനുള്ള ഒരു മാർഗമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യരെയെല്ലാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചുവെന്നും അവർ ഏകോദര സഹോദരങ്ങളാണെന്നും പരസ്പരം തിരിച്ചറിയാനാണ് വ്യത്യസ്ത സമുദായങ്ങളും ഗോത്രങ്ങളുമെല്ലാം ആക്കിയതെന്നും മനുഷ്യരെയെല്ലാം ദൈവം ആദരിച്ചിട്ടുണ്ട് എന്നും അങ്ങനെ ആദരിക്കപ്പെട്ട ഈ മനുഷ്യരിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കൽ കൂടുതൽ ആദരവ് നേടാൻ ധാരാളം നന്മകൾ ചെയ്തും തിന്മകളിൽ നിന്ന് അകന്നും ഭയഭക്തരായി ജീവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത മതവിശ്വാസങ്ങളെ സ്വീകരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ടെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വിദ്വേഷത്തോടെ അഭിസംബോധന നടത്തിയവർക്കെതിരെ പ്രതികരിക്കുന്ന പ്രിയപത്നിയെ അവിടുന്ന് തിരുത്തുന്ന ഒരു സന്ദർഭമുണ്ട് ചരിത്രത്തിൽ. നമ്മുടെയെല്ലാം സ്രഷ്ടാവായ അള്ളാഹു അനുകമ്പയുള്ളവനും സഹിഷ്ണുതയുള്ളവനുമാണെന്നും എല്ലാ കാര്യത്തിലും അവൻ അനുകമ്പയെ ഇഷ്ടപ്പെടുന്നുവെന്നും പറഞ്ഞു പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കവിടെ കാണാം. ആ അന്ത്യപ്രവാചകന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. മുസ്ലിം എന്നതിന്റെ ഭാഷാർത്ഥം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ലോകരക്ഷിതാവിന് കീഴൊതുങ്ങിയവൻ എന്നാണ് അതിനർത്ഥം. അതായത് അനുകമ്പയുള്ള ദയാലുവായ ലോകരക്ഷിതാവിന് കീഴൊതുങ്ങിയവൻ.